വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന വിഷയത്തിൽ കൈമലർത്തി സംസ്ഥാന സർക്കാർ. ഓഹരി വിൽപ്പനയ്ക്കായി അദാനി സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം വിഴിഞ്ഞം പദ്ധതിയിലെ ഓഹരി അദാനിയുടെ ആഗോള ഭീമൻ MSCക്ക് കൈമാറാൻ അനുവദിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഓഹരി കൈമാറ്റം പദ്ധതിയുടെ മത്സരക്ഷമത കുറയ്ക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ 5 ഉറപ്പുകൾ മുഖ്യമന്ത്രി സഭയ്ക്ക് നൽകി. ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവരുൾപ്പെടെയുള്ള ലോജിസ്റ്റിക്സ്, കണ്ടെയ്നർ ഫ്രൈറ്റ്, ICD അനുബന്ധ വികസന മേഖലയിലെ മറ്റ് പ്രമുഖ സ്ഥാപനങ്ങൾ, ഇവർക്കെല്ലാം ഇനി നമ്മുടെ നാട്ടിൽ വളർച്ചയ്ക്കുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ് ഈ മൊണോപ്പൊളി വിഴിഞ്ഞത്ത് വരുന്നതോടുകൂടി. അപ്പോൾ മത്സരക്ഷമത ഏതൊരു വളരുന്ന വിപണിയുടെയും ആണിക്കല്ലാണ്. മാർക്കറ്റ് കോമ്പറ്റീവ്നെസ്സിനെ ഒറ്റയടിക്ക് തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഈ മൊണോപ്പൊളി കേരളത്തിൻ്റെ പോർട്ട് കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. നമ്മൾ ഒരു 5 കാര്യം ഗവൺമെൻറ് ഉറപ്പുവരുത്തും. 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1. 2, പൊതു താല്പര്യം. നേരത്തെ ഇപ്പം ഞാനിവിടെ വിശദീകരിച്ചതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം എന്നുള്ള കാര്യം. പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ, നല്ല മത്സരാധിഷ്ഠിതമായി അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ടാവണം. 4മത്തേത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ല, എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. 5മത്തേത് നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ദൂര കാഴ്ചയോട് കൂടിയ അതിൻ്റെ ഒരു വികസനത്തിന്റെ ആസ്പെക്ട് കൂടി. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന താല്പര്യവും നമ്മുടെ വരുമാനത്തിന്റെ താല്പര്യവും അവിടെ ഒരു മത്സര അടിസ്ഥാനത്തിൽ നമ്മുടെ പോർട്ടിന് പുറത്തുള്ള ആക്ടിവിറ്റികൾ കൂടി നല്ല ഗൗരവതരമായി നമുക്ക് കൈകാര്യം ചെയ്യാനും മറ്റ് കമ്പനികൾക്ക് വരാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഇതിനുള്ള അംഗീകാരം ഈ സർക്കാർ കൊടുക്കുകയുള്ളൂ. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ഓഹരി കൈമാറ്റം നടന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള ഒരു പോർട്ടിൻ്റെ ഓഹരി സംസ്ഥാന സർക്കാർ അറിയാതെ കൈമാറിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ തന്നെ നൽകിയ മറുപടിയിൽ അത് വ്യക്തമാണ് ഷമ്മി. കാരണം നേരത്തെ തന്നെ ചോദ്യോത്തര വേളയിൽ രണ്ടാമത് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സബ്മിഷനുമായി ഈ വിഷയം ഉന്നയിച്ചു. അതിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഗൗരവതരമായ കാര്യം ഒന്ന്, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ വിഴിഞ്ഞ ഒരു കമ്പനിക്ക് MSC എന്ന വലിയ ഇന്റർനാഷണൽ കമ്പനിക്ക്, ലോകത്തെ 1-കിട ഷിപ്പിംഗ് കമ്പനിക്ക് ഇത് കൈമാറുമ്പോൾ ആ പോർട്ടിൻ്റെ ഒരു മത്സരക്ഷമത പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകും. പിന്നെ 25% മുകളിലേക്ക് ഓഹരി കൈമാറുകയാണെങ്കിൽ ഉടമസ്ഥാവകാശം എന്ന വലിയ പ്രശ്നം വരും. ഇത് അതിൻ്റെ പാർട്ണറായിട്ടുള്ള, അതായത് സർക്കാരിൻ്റെ പാർട്ണറായി ഓഹരിയുടെ അടിസ്ഥാനത്തിൽ അദാനിയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരിന് തുല്യ പങ്കാളിത്തമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 49%-ൽ 100%, 49%, 51, 49 കണക്കാക്കുമ്പോൾ അവർക്ക് അദാനിക്കുള്ള 49%-ൽ നിന്നിട്ടുള്ള ബാക്കി 100% കണക്കാക്കുകയാണെങ്കിൽ 40% വീണ്ടും MSC കമ്പനിക്ക് നൽകുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള കരാറിലേക്ക് പോയി എന്ന കാര്യത്തെ സംബന്ധിച്ച് സർക്കാരിന് ഒരു അറിവുമില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ സമ്മതിക്കുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലൊരു ഫയലും സർക്കാരിൻ്റെ മുന്നിൽ വന്നിട്ടില്ല. ഇത്തരത്തിലൊരു നിർദ്ദേശവും അദാനി കമ്പനി സർക്കാരിനെ അറിയിച്ചിട്ടില്ല. സ്വാഭാവികമായും സർക്കാരിനെ അറിയിച്ചാലേ സർക്കാരിന് ഇക്കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ കഴിയുള്ളൂ. മുൻ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കുത്തക അവകാശം ഒരു കമ്പനിക്ക് നൽകുന്നു എന്നതാണ്. അത് നൽകാതിരിക്കാനുള്ള ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് പാലിക്കണം. ഒപ്പം തന്നെ 25% മുകളിൽ ഓഹരി കൊടുത്താൽ ഉടമസ്ഥാവകാശമായി അത് മാറും.
സർക്കാരിൻ്റെ അനുമതിയില്ലാതെ കമ്പനിക്ക് എങ്ങനെയാണ് ഉടമസ്ഥാവകാശം കൈമാറാനാകുക? ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഒന്ന് തന്നെ വിഴിഞ്ഞത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ഷിപ്പിംഗ് കമ്പനി തന്നെ അതിൻ്റെ 49% 13,000 കോടി രൂപയുടെ നിക്ഷേപം, ഓഹരി നിക്ഷേപം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റു കമ്പനികൾക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരും. മത്സരക്ഷമത അവിടെ നഷ്ടപ്പെടും. ഒപ്പം തന്നെ വരുമാനത്തിൽ, സർക്കാർ ലഭിക്കുന്ന വരുമാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുണ്ടാകുമോ എന്ന തരത്തിലുള്ള ആശങ്കയും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത്തരം കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. അവസാനം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സഭയ്ക്ക് നൽകിയ, സർക്കാരിൻ്റെ ഉറപ്പായി നൽകിയ ഭാഗമാണ് അവസാനം നമ്മൾ പ്രേക്ഷകർ കേട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 കാര്യങ്ങളാണ്. ദേശീയ സുരക്ഷ ഉറപ്പാക്കും, പൊതു താൽപര്യം സംരക്ഷിക്കും, നല്ല മത്സര സാധ്യത ഉറപ്പുവരുത്തും, നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കും, ദീർഘവീക്ഷണത്തോടെ വികസനങ്ങൾ നടപ്പാക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ഇത് സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞ അറിവ് മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ. ഇത് അദാനി കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങി മാത്രമേ ഇതിൻ്റെ മേജർ ഷെയർ മറ്റൊരു കമ്പനിക്ക് കൈമാറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് സംബന്ധിച്ച് എന്താണ് നടപടിക്രമങ്ങൾ എന്ന നിലയ്ക്ക് സർക്കാർ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് സഭയിൽ ഇന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ക്ഷമ. തീർച്ചയായും നൃപൻ, ഇത്തരമൊരു വലിയ ഓഹരി കൈമാറ്റം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഒരുപക്ഷേ അദാനിയേക്കാൾ കൂടുതൽ ഷെയർ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലുണ്ട്. ഇത്രയും വലിയൊരു ഡീല് നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും അവഗണിച്ച് മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു കത്ത് പോലും ഇതുവരെ സംസ്ഥാന സർക്കാരിന് അദാനി ഗ്രൂപ്പ് നൽകിയിട്ടില്ല. അവർ പോലും അറിയാതെ ഈ ഓഹരി കൈമാറ്റം എങ്ങനെ സാധ്യമാകും? അത് മാത്രവുമല്ല, അത് നമ്മുടെ കരാറിൻ്റെ പച്ചയ്ക്കുള്ള ലംഘനമല്ലേ നൃപൻ? തീർച്ചയായും. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഔദ്യോഗികമായി മുഖ്യമന്ത്രി സഭയിൽ അറിഞ്ഞിട്ടില്ല എന്നതാണ്. പക്ഷേ അത് പൂർണ്ണമായി യോഗ്യമാണോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നുണ്ട്. അത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അതേ നിലയ്ക്ക് ഉന്നയിച്ചില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ സൂചന നൽകിയിരുന്നു. കാരണം ഈ നേരത്തെ തന്നെ MSC കമ്പനിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള കേസ്, അവരുടെ ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള കേസ് സംസ്ഥാന സർക്കാരുമായി നിലനിൽക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച് കാര്യമായി പരിഗണിക്കേണ്ടതാണ്. അത്തരം ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രധാനമായി അദാനി കമ്പനി അവരുടെ ഓഹരിയിൽ 49% അത് വിൽക്കുമ്പോഴും 13,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പോഴും മെയിൻ പാർട്ണറായ സർക്കാർ അറിഞ്ഞില്ല എന്ന കാര്യത്തിൽ അതിൽ ദുരൂഹതയുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ കമ്പനി അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യം രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് ഈ മത്സരക്ഷമതയെ സംബന്ധിച്ച് ഷമി സൂചിപ്പിച്ച കാര്യം, കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയ മുന്നറിയിപ്പുണ്ട്. അതിൽ വിഴിഞ്ഞം ഏറ്റവും തന്ത്രപ്രധാനപ്പെട്ട സുരക്ഷാ മേഖലയാണ്. ഇത്തരം സുരക്ഷാ കാര്യങ്ങൾ പരിശോധിക്കുകയും പരിഗണിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല സംസ്ഥാന സർക്കാരിന് കൂടി നിക്ഷിപ്തമാണ്. ഇത്തരം കാര്യങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് സർക്കാർ അറിയാതെ ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് അദാനി കമ്പനിക്ക് പോകാൻ കഴിയുക എന്ന ചോദ്യം ന്യായയുക്തമാണ്. ഇത്തരം ആശങ്കകൾ കൂടിയാണ് സംസ്ഥാന നിയമസഭയിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ സബ്മിഷനായി ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ മറുപടിയിൽ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ നിലപാട് ഇത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് സർക്കാരിൻ്റെ അറിവോടുകൂടിയല്ല, മാധ്യമങ്ങളിലൂടെ മാത്രമാണ് സർക്കാർ വിഷയം അറിഞ്ഞത് എന്ന ഭാഗമാണ് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചത്. ഷമി. തീർച്ചയായും നൃപൻ, അതെങ്ങനെ വിശ്വാസയോഗ്യമാകും എന്നൊരു വലിയ ചോദ്യം നിൽക്കുകയല്ലേ? കേരള സർക്കാർ അറിയാതെ അവരുടെ കച്ചവടം മുഴുവൻ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ വീഴ്ച കൂടിയാണ് എന്ന് പറയേണ്ടി വരില്ല. ഈ ഓഹരി കൈമാറ്റം ശരിക്കും കഴിഞ്ഞിട്ടുണ്ടോ? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാണോ നൃപൻ? പുറത്തു വരുന്ന വിവരം ഇത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കി കമ്പനിയുമായി കരാറിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയി എന്നതാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇത് നിയമപരമായി കരാറിലേക്ക്, ഓഹരി നിക്ഷേപത്തിലേക്ക് നീങ്ങണമെങ്കിൽ മെയിൻ പാർട്ണറായിട്ടുള്ള സംസ്ഥാന സർക്കാർ ഓഹരിയിൽ 51%. അത് സംബന്ധിച്ച സാങ്കേതിക കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കമ്പനി സംബന്ധിച്ച 1-2 കാര്യങ്ങൾ പരിഗണിക്കപ്പെടും. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കണമെങ്കിൽ ഈ കമ്പനി ഇൻ്റർനാഷണലായി ഏതെങ്കിലും തരത്തിൽ കരിമ്പട്ടിയിൽ പെട്ടിട്ടുള്ളതാണോ, ഒപ്പം തന്നെ രാജ്യസുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതാണോ, അത്തരത്തിലുള്ള പരിശോധന കേന്ദ്ര സർക്കാർ നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ അവകാശത്തെ സംബന്ധിച്ച് 25%-ൽ അധികം വരുന്ന ഓഹരിയെക്കുറിച്ച് പ്രതിപക്ഷം അടക്കം മുന്നോട്ട് വെച്ച വലിയൊരു ആശങ്കയാണ്. ആ ആശങ്ക നിലനിൽക്കുമ്പോൾ നമ്മുടെ കരാർ വ്യവസ്ഥയ്ക്ക് എതിരാണ്. ആ കരാർ വ്യവസ്ഥയ്ക്ക് എതിരായി ഒരു കമ്പനിയുമായി മറ്റൊരു കമ്പനി കരാറിൽ ഏർപ്പെട്ടാൽ അത് നിയമപരമായി നിലനിൽക്കുമോ എന്ന കാര്യം അടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ ദുരൂഹത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഗൗരവതരമായ പ്രശ്നം അടിയന്തര പ്രാധാന്യത്തോടെ സഭയിൽ വന്നു. ആ ചോദ്യോത്തര വേളയിൽ തന്നെ LDF അംഗമാണ് ആദ്യമായി ഇത് ഉന്നയിക്കുന്നത്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഈ സഭയിൽ ഈ
വിഷയം ഉന്നയിക്കുന്നു. അതിലവസാനം മുഖ്യമന്ത്രിക്ക് വളരെ വ്യക്തമായി മറുപടി പറയേണ്ടി വരുന്നു. സർക്കാരിൻ്റെ നയം സംബന്ധിച്ചും ഇത് ഇങ്ങനെ കമ്പനിക്ക് അനുകൂലമായ നയമല്ല, സർക്കാരിൻ്റെ നയമായിരിക്കും നടപ്പിലാക്കുക. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇത് സംബന്ധിച്ച് നടത്തുക എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പ് നൽകിയത്. പക്ഷേ ആ ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങളും ദുരൂഹതയും ഇത് സംബന്ധിച്ച് വളർന്നു വരുന്നുണ്ട്. കാരണം ദൈനംദിനമായി സംസ്ഥാന സർക്കാരും വിഴിഞ്ഞം പോർട്ട് അതോറിറ്റിയും തമ്മിൽ സമ്പർക്കം പുലർത്തുകയും വികസന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും പോർട്ട് അതോറിറ്റിയും ഒന്നിച്ചാണ് പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു നിർണായകമായ കരാറുമായി ബന്ധപ്പെട്ട 13,000 കോടി രൂപയുടെ ഈ നിക്ഷേപം ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള MSCയുമായി ഇത്തരത്തിലൊരു കരാർ ഒപ്പിടുമ്പോൾ അദാനി ഔദ്യോഗികമായി അറിയിച്ചില്ല എങ്കിലും ഇത്തരം കാര്യങ്ങൾ അനൗദ്യോഗികമായി സർക്കാരിൻ്റെ ഭാഗമായി, പ്രത്യേകിച്ച് തുറമുഖ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞില്ല എന്ന കാര്യത്തെ പൂർണ്ണമായി സദുദ്ദേശത്തോടെ പ്രതിപക്ഷം എടുക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആരോപണം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചില്ല എങ്കിലും അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതാണ്. നിർഭരാണ് വിശദാംശങ്ങൾ നൽകി.